ഞാന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എക്സാം അടുത്ത് വരുവാണല്ലോ. അടുത്ത് വരുവാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നൊക്കെ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് എക്സാം എഴുതുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവില്. അപ്പം ഇതിൽ ഞാൻ തെറ്റ് വരുത്തിയ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ടൈം ലിമിറ്റ് ഗിവൺ അണ്ടർ സെക്ഷൻ 17 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882? അതിൽ ഓപ്ഷൻ എ ലൈഫ് ഓഫ് ദ ട്രാൻസ്ഫറി, ഓപ്ഷൻ ബി a period of 18 years from the date of transfer, either A or B whichever is longer, neither A nor B എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് നമ്മുടെ ബെയർ ആക്ട് കാണിച്ചിരുന്നു, ബെയർ ആക്ടിലെ പ്രൊവിഷൻ ഞാൻ കാണിച്ചിരുന്നു. ബെയർ ആക്ടിലെ പ്രൊവിഷൻ ഞാൻ കാണിച്ചിട്ട് തെറ്റുത്തരം പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. കാരണം ഇതിനകത്ത് ടിക്ക് കിടക്കുന്ന ഇതായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അതായിരിക്കും എന്നുള്ള രീതിയിലാണ് വന്നത്. ആക്ച്വലി അതല്ല ഉത്തരം. അപ്പം നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് പെട്ടെന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് തെറ്റിപ്പോവാനുള്ളൊരു ചാൻസ് ഉള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. ഇത് നമ്മുടെ വ്യൂവർ സ്വാതി എന്ന് പറഞ്ഞിട്ടൊരു ജിമെയിൽ ID എന്നാണ് എനിക്ക് അത് കറക്റ്റ് ചെയ്ത് തന്നത്. താങ്ക്സ് കേട്ടോ. അപ്പൊ അതിൽ എങ്ങനെയാണ് തെറ്റ് വന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഞാൻ ആൻസർ ഇവിടെ ഇട്ടിരുന്നു, കണ്ട, ഡയറക്ഷൻ ഓഫ് അക്യുമുലേഷൻ സെക്ഷൻ 17. അപ്പൊ നമ്മളിത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഓപ്ഷനിലുള്ള രണ്ട് സാധനവും A and B ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ. ദ ലൈഫ് ഓഫ് ദ ട്രാൻസ്ഫറർ, പീരീഡ് ഓഫ് 18 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദിസ് ട്രാൻസ്ഫർ. ആക്ച്വലി നിങ്ങൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ദ ട്രാൻസ്ഫറർ എന്നല്ല കിടക്കുന്നത്, ലൈഫ് ഓഫ് ദ ട്രാൻസ്ഫറി എന്നാണ് കിടക്കുന്നത്, കണ്ട. അപ്പം പെട്ടെന്ന് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് അത് ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോവും. കാരണം നമ്മൾ ആ 17 പെട്ടെന്ന് നോക്കിയപ്പോൾ ലൈഫ് ഓഫ് ദ ട്രാൻസ്ഫറി എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. ലൈഫ് ഓഫ് ദ ട്രാൻസ്ഫറർ ആണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെയാണ് ഞാൻ ആ ഉത്തരം പറഞ്ഞത്. അപ്പം പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കും ഇങ്ങനെ വരാം. ഈ either A, B, whichever is longer, neither A, no B എന്നൊക്കെ വരുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസും സെക്ഷൻസ് വെച്ച് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് അത് തന്നെയാണോ നോക്കണം. ജസ്റ്റ് നമ്മൾ ഈ ആദ്യത്തെ വാക്ക് മാത്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്ത് തന്ന കാരണം നമുക്കിപ്പോൾ അത് ശരിയാക്കാൻ പറ്റി. ഞാനത് പഴയ വീഡിയോയിൽ തെറ്റായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പൊ അത് കറക്റ്റ് ചെയ്തു. ഇനിയുള്ളത് നമുക്ക് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എക്സാമിന്റെ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് നോക്കാമെന്നുള്ളതാണ്. അപ്പൊ അഡ്മിറ്റ് കാർഡ് എന്തായാലും കൊണ്ടുപോകണം. അപ്പൊ ഒരു ഫോട്ടോ കോപ്പി, കളറോ ഏത് വേണമെങ്കിലും ആകാമെന്നുള്ളതാണ്, കാരണം അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, ഒരു കോപ്പി. പിന്നെ 1 ഫോട്ടോ ID പ്രൂഫ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ID പ്രൂഫ് എന്ന് പറയുമ്പോൾ മിക്കവാറും പ്രിഫർ ചെയ്യുന്നത് ആധാർ കാർഡ്, പിന്നെ എന്താണ് നമ്മള് അഡ്വക്കേറ്റ്സ് ID കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ ലൈസൻസ്, അങ്ങനെയുള്ള ഇത് പാൻ കാർഡ് ഒക്കെ കൊണ്ടുവന്നതായിരിക്കും നല്ലത്. ഫോട്ടോ ഉള്ള ID പ്രൂഫ് കൊണ്ടുപോവുക, നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആധാറിന്റെ ഒക്കെ കോപ്പി എടുത്ത് ആൾക്കാർ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കളർ കോപ്പി കൊണ്ടുപോയാൽ അവരത് സമ്മതിക്കില്ല. കോപ്പി കൊണ്ടുപോകാൻ പറ്റില്ല. ഒറിജിനൽ ID പ്രൂഫ് തന്നെ കൊണ്ടുവരണം. അതിനകത്ത് ഒറിജിനൽ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും കോപ്പി കൊണ്ടുപോയി കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുവന്നിരിക്കണം. ഇനി അഡ്മിറ്റ് കാർഡ് ഇല്ലാത്തവരെ എക്സാമിന് കയറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 8:30 AM എക്സാമിനേഷൻ സെന്ററിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. 10:15 ശേഷം എക്സാം സെന്ററിൽ കയറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ എത്തിയാൽ മതിയാവും. ഇവർ 8:30 AM എന്ന് പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന സെന്ററിൽ ചെന്ന് നിങ്ങളുടെ റോൾ നമ്പർ അനുസരിച്ച് നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ റോൾ നമ്പർ അനുസരിച്ചിട്ട് അവിടെ പോയി സീറ്റ് കണ്ടുപിടിച്ചിരിക്കാനും, പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ചെക്കിംഗ് ഉണ്ടാവുമായിരിക്കും. അപ്പം
അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് കൊടുക്കുന്നത്. അവസാന നിമിഷത്തെ ആ ഒരു എടിപിടി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 10:15 10 മണിക്ക് ചെന്നാൽ പോരെ എന്ന് വിചാരിച്ച് നിൽക്കണ്ട. മാക്സിമം നേരത്തെ ചെല്ലാൻ ശ്രമിക്കുക. ഓക്കെ, അതിനകത്ത് ടൈം 8:30 AM തൊട്ട് 10:15 വരെ ചെല്ലാമെന്നാണ്. 10:15 ശേഷം നിങ്ങളെ കയറ്റില്ല. അവസാന നിമിഷത്തെ ആ ഒരു ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എത്ര നേരത്തെ ചെല്ലാൻ പറ്റുമോ അത്രയും നേരത്തെ ചെല്ലുക. പിന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത സമയത്ത് പലരും എന്നോട് ചോദിച്ചു, എന്താണ് പേപ്പർ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങള് എന്താണ് മറ്റേ ഇത് എന്താ കേസ് ലോസ് എല്ലാം കൂടെ എഴുതി കൊണ്ടുപോയിക്കോട്ടെ ഒരു പേപ്പറിൽ, അങ്ങനെ കൊണ്ടുപോകുന്നോണ്ട് കുഴപ്പമുണ്ടോ? കഴിഞ്ഞ വർഷം കൊണ്ടുപോയിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വർഷം മിക്കവർക്കും പ്രൈവറ്റ് ലോ കോളേജസ് തന്നെ വന്നിട്ടുണ്ട് എക്സാമിന്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജാസിലൊക്കെ വെച്ചിട്ടായിരുന്നു പരീക്ഷ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ഇതിനെക്കുറിച്ച് ബോധേഡ് അല്ല. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കാര്യമായി അറിയാത്തത് കാരണം ഓപ്പൺ ബുക്ക് അല്ലേ, എന്ത് ബുക്ക് വേണമെങ്കിലും കയറ്റിക്കോട്ടെ എന്നുള്ളൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ നമ്മുടെ ലോ കോളേജസിൽ നടക്കുന്ന കാരണം ഒരുമാതിരിപ്പെട്ട ടീച്ചേഴ്സിനൊക്കെ ഇതിനെ കുറിച്ചൊരു ധാരണയുണ്ടാവും, ബെയർ ആക്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് നോട്ട്സും ഒക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ബെയറാക്സ് മാത്രം കൊണ്ടുപോവുക, അതും കമന്ററി ഇല്ലാത്ത, നോട്ട്സ് ഇല്ലാത്ത ബെയറാക്സ് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ കണ്ടല്ലോ, മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ സ്മാർട്ട് വാച്ചോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി നിങ്ങളിപ്പോ സാധാരണ വാച്ച് കെട്ടിയാലും ചില സമയത്ത് അവർ ഊരി വെപ്പിക്കാൻ സാധ്യതയുണ്ട്. അതെന്തായാലും എന്താണ് അവിടെ കയറുന്നതിന് മുമ്പ് അവർ ചെക്കിങ്ങിന്റെ സമയത്ത് എന്തായാലും പറയുന്നതായിരിക്കും. അപ്പം സാധാരണ വാച്ച് കൊണ്ടുവന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തതാണ്. പക്ഷെ ഇപ്പൊ ഈ സ്മാർട്ട് വാച്ച് വന്നത് കാരണം വാച്ചസും മിക്കവാറും ഊരി വെക്കണം എന്ന് മിക്ക എക്സാമിനേഷനും പറയാറുണ്ട്. പിന്നെ പലരും എന്നോട് ഡ്രസ് കോഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷന്റെ ഒരു ഡ്രസ് കോഡിനെ കുറിച്ച് ബാർ കൗൺസിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പല ഏതാണ് വെബ്സൈറ്റുകളിലും ഒക്കെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ളത്. അതായത് എൻ്റെ അറിവില് ഒരു നോട്ടിഫിക്കേഷനോ ഇൻസ്ട്രക്ഷനോ ഡ്രസ് കോഡിനെ സംബന്ധിച്ച് ബാർ കൗൺസിൽ നൽകിയിട്ടില്ല. പിന്നെ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ എന്നുള്ള രീതിയിൽ, അതായത് ഒത്തിരി ഒരു പാർട്ടി വെയറോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതല്ലാതെ ഒരു എന്താ ഫോർമലോ ഇൻഫോർമലോ ആകാം. പക്ഷെ എന്താണ് ഒരു എക്സാമിന് പോകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഇപ്പൊ ചിലർ കമ്മലിടരുത്, വലിയ ജ്വല്ലറി ഇടരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. മിനിമൽ ആയിട്ട് പോവുക. നമ്മളൊരു പരീക്ഷയ്ക്കാണ് പോകുന്നത്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ നിൽക്കണ്ട. എന്താ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുക, പുറത്തിടാൻ പറ്റുന്നത്. എന്നിട്ട് മിനിമൽ ജ്വല്ലറി ഒക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ചില പരീക്ഷകൾക്ക് എന്ത് തന്നെയാണെങ്കിലും അവർ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് അത് മാറ്റിക്കും. നിങ്ങൾക്ക് എക്സാം എഴുതാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം വരത്തില്ല. എന്ത് തന്നെയാണെങ്കിലും ഹാളിൽ കയറുന്നതിന് മുമ്പ് അവർ പറയുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പം മിനിമൽ ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ബാർ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡ്രസ് കോഡ് നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഡ്രസ് കോഡ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ പല വെബ്സൈറ്റുകളും അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇത് ബാർ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഈ വേറെ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഒക്കെയാണ് എടുത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. എന്തായാലും അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ നമുക്ക് യൂസ് ചെയ്യാം. കഴിവതും ജെൽ പെൻസ് ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുമ്പോൾ മഷി മാന്യവും. ബോൾ പോയിന്റ് പെൻ തന്നെയാണെങ്കിലും ചില പെന്നിന് ഭയങ്കരമായിട്ട് ഇങ്ക് വരുന്നതാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്മഡ്ജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതും ശ്രദ്ധിക്കുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് ഇത് ചെയ്യണമെന്നല്ല, ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ OMR ഷീറ്റ് ആണല്ലോ, അത് കയ്യിൽ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് റോൾ നമ്പർ, മിക്കവാറും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാനായിട്ട് ഇത് ഉണ്ടാവും. അപ്പം
തെറ്റിപ്പോവരുത്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ടടുത്ത് റോൾ നമ്പർ എഴുതേണ്ടടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. എഴുതുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എന്താണ് എഴുതാൻ പോണോന്ന് നോക്കണം. റോൾ നമ്പർ തന്നെയാണോ? ആ റോൾ നമ്പർ ഫിക്സ് ചെയ്യുക. റോൾ നമ്പർ എവിടെ, അഡ്മിറ്റ് കാർഡിൽ എന്തേ റോൾ നമ്പർ ഒന്ന് നോക്കുക. കൃത്യമായിട്ട് അത് ബബിൾ ചെയ്യാനും കാണും, എഴുതാനും കാണും. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി എന്ത് ഇത് വന്നാലും സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്ന ടീച്ചറിനോട് അല്ലെങ്കിൽ ആരാണ് ഇൻവിജിലേറ്റർ അവരോട് പറയുക. എന്നിട്ട് അവർ അതിനൊരു റെമഡി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ആൻസർ ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ടത്, ബബിൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു ഓവൽ ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് ഇടുക. പുറത്തുനിന്ന് ജസ്റ്റ് എന്നൊക്കെ ചാടി എന്ന് പറഞ്ഞിട്ടൊന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അത് ഉടനെ ടെൻഷൻ പിടിച്ചോ, അയ്യോ ഒന്ന് ജസ്റ്റ് ചാടിപ്പോയി കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമുണ്ടോന്നൊന്നും ഓർക്കണ്ട. ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകും ബബിൾ. പക്ഷെ അത് മറ്റേ ആൻസർ കീ, അതായത് ഇപ്പൊ ബി നമ്മൾ ബബിൾ ചെയ്തു, സിയെ കൂടെ കവർ ചെയ്യുന്ന രീതിയിലൊന്നും ബബിൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടുത്തരം ഒരുമിച്ച് ബബിൾ ചെയ്യരുത്, അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ്. അതും ശ്രദ്ധിക്കുക. മാക്സിമം ഓവൽസിൽ തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ബുക്ക്ലെറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് കിട്ടുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ചു നോക്കണം എന്തൊക്കെയാന്നുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സെറ്റ് കോഡ് അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലെ എ ആണെങ്കിൽ എന്ന് തന്നെ നിങ്ങളുടെ, അതല്ലെങ്കിൽ മുഴുവൻ ഉത്തരവും തെറ്റിപ്പോകും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓരോ എക്സാംസ് എഴുതുന്നതാണ്, അറിയാം. എങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് പറയുന്നത്. കോഡ് ഉണ്ടാവും. ഏ കോഡാണെങ്കിൽ അത് ഏന്ന് തന്നെ, അത് ഉറപ്പിക്കണം ഏത് കോഡാന്നുള്ളത്. ഓക്കെ, എന്നിട്ട് വേണം എഴുതേണ്ടത്. റോൾ നമ്പറും മറ്റെന്തൊക്കെ നെസസറി ഇൻഫോർമേഷൻസ്, ഇപ്പൊ ചിലപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നിങ്ങളുടെ പേരെഴുതാൻ പറയില്ലായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു സാധനം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതുക. ഇനി എഴുതി പോയി എന്ന് ഓർത്തിട്ട് വിഷമിച്ച് ടെൻഷൻ അടിച്ച് പരീക്ഷ കുളവാക്കരുത്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഇനി ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 40% കൂടുതൽ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 20 minutes നമുക്ക് എക്സ്ട്രാ ടൈം ഓരോ അവറിനും ലഭിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി കയ്യിൽ കരുതണം. എന്നാൽ മാത്രമേ ഇൻവിജിലേറ്റർ നമുക്ക് എക്സ്ട്രാ ടൈം തരുള്ളൂ. ഇനി ഇപ്പൊ ബ്ലൈൻഡ്നെസ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അങ്ങനെ സെറിബ്രൽ പ്ലാസി ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ സ്ക്രൈബിനെ കൊണ്ടുവരാം. പക്ഷെ സ്ക്രൈബിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 10th or 12th സ്റ്റുഡന്റ് ആയിരിക്കണം. അതും ഹ്യൂമാനിറ്റീസിനും പൊളിറ്റിക്കൽ സയൻസോ ലീഗൽ സ്റ്റഡീസോ പറ്റില്ല. ഓക്കെ, അപ്പൊ സ്കൂളിൽ നിന്നുള്ള ഐഡന്റിറ്റി കാർഡ് വേണം, ഏജ് വേണം, അഡ്രസ് പ്രൂഫ് ലൈക്ക് ആധാർ കാർഡ്, ഇതൊക്കെ ഉള്ളവരെ മാത്രമേ സ്ക്രൈബ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സാമിനേഷൻ സെന്ററിൽ നിന്നും നിങ്ങൾക്ക് സ്ക്രൈബിനെ തരില്ല. നിങ്ങൾക്ക് സ്ക്രൈബിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. അതിൽ 10th പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളാവാം. പക്ഷെ ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്കൽ സയൻസ്, ലീഗൽ സ്റ്റഡീസ് പറ്റില്ല. അവരുടെ ഒരു ഐഡന്റിറ്റി കാർഡ് വേണം, സ്കൂൾ ഐഡന്റിറ്റി കാർഡ് വേണം, വയസ്സ് തെളിയിക്കുന്ന, അഡ്രസ്സ് തെളിയിക്കുന്ന ആധാർ കാർഡ് പോലുള്ള പ്രൂഫ്, പ്രിഫറബിളി ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ മാത്രമല്ല കാൻഡിഡേറ്റിന് കാട്ടിലും the qualification of the scribe should preferably at least one step below the qualification of the candidate taking exam. പിന്നെ അതെ, ഇനിയിപ്പം ഇവർ പ്രിഫർ ചെയ്യുന്നത് 10th 12th സ്റ്റുഡന്റ് ആണ്. ഇനി അങ്ങനെ ഒരാളെ കിട്ടിയെന്നില്ല എന്നുണ്ടെങ്കിൽ LLB ക്വാളിഫിക്കേഷന്റെ ഒരു സ്റ്റെപ്പെങ്കിലും താഴെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റിനെ നമ്മൾ അനുവദിക്കാറുള്ളൂ. പിന്നെ ഒരിക്കലും ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്കൽ സയൻസ്, ലീഗൽ സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ 10th ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഷുഡ് നോട്ട് ബി ബിലോ മെട്രിക്കുലേറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സാമിന് കാൻഡിഡേറ്റ് ആയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ എഴുതി എലിജിബിൾ ആകുമെന്നോ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഇപ്പം ഈ നമ്മൾ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിനൊക്കെ എഴുതാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും അതിന് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ എക്സാം എഴുതി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു റിസൾട്ട് വന്ന് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും എന്നില്ല. അപ്പൊ അത് പ്രൊവിഷണൽ മാത്രമാണ് എന്നുള്ളതറിയാം. പിന്നെ യാതൊരു വിധത്തിലുള്ള ചീറ്റിങ്ങോ ഇതൊന്നും അൺഫെയർ മീൻസോ ഒന്നും ഇത് ചെയ്യേണ്ട എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് 2 years ഓഫ് എൻറോൾമെന്റിനുള്ളിൽ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് ശേഷം ഈ എക്സാം പാസ്സായിരിക്കണം. ടെൻഷൻ ഒന്നും വേണ്ട, നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം
വളരെ സിമ്പിൾ ആയിട്ട് വരട്ടെ ഇപ്രാവശ്യം എന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ, നമുക്കിത് പാസ്സായി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ട മിനിമം മാർക്ക് അത് ശ്രദ്ധിച്ചോണം. 45 ആണ് OBC ആൻഡ് ജനറൽ കാറ്റഗറി, SC ST കാറ്റഗറിക്ക് 40. അപ്പൊ ആ മാർക്സ് കിട്ടട്ടെ. എല്ലാവരും നന്നായിട്ട് എഴുതുക, യാതൊരുവിധ ടെൻഷനും വേണ്ട, എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്, നന്നായിട്ട് എഴുതിയിട്ട് വരാം. താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്താൽ ഞാൻ അതനുസരിച്ച് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.